മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ രണ്ടാം ദിവസവും ഭക്തജന തിരക്ക് തുടരുകയാണ്. ഉച്ച കഴിഞ്ഞ 3 മണിക്കാണ് ഇന്ന് നട തുറന്നത്. ഇതുവരെ 45,000-ഓളം പേർ ദർശനം നടത്തി കഴിഞ്ഞു. സന്നിധാനത്ത് നിന്ന് എം മനോജ്, പമ്പയിൽ നിന്ന് കിരൺകുമാർ എന്നിവർ ചേരുന്നു. ആദ്യം കിരണിലേക്ക്. കിരൺ, അവിടുത്തെ വിശേഷങ്ങളും ഇന്നത്തെ കാഴ്ചകളും. ഇന്നും ഭക്തജന തിരക്ക് തുടരുകയാണ്. രാവിലെ ഈ തിരക്കിന് അല്പം ശമനമുണ്ടായിരുന്നെങ്കിലും എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടോടുകൂടി തന്നെ തിരക്കിപ്പോൾ കൂടുന്ന ഒരു കാഴ്ച തന്നെയാണ് പമ്പയിൽ കാണാൻ സാധിക്കുന്നത്. പമ്പയിലെ തിരക്ക് ക്രമീകരിക്കുന്നതിന് വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങൾ പോലീസ് ഒരുക്കിയിരുന്നു. കാര്യം പമ്പയിലെ തിരക്ക് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പമ്പയിലെ പരിശോധനകൾ എല്ലാം പൂർത്തിയാക്കിയിട്ട് വേണം അയ്യപ്പന്മാർ മല ചവിട്ടാൻ. മനോജിലേക്ക് എത്താം. മനോജ്, സന്നിധാനത്തെ കാഴ്ചകൾ എപ്രകാരം? ഈ ഒരു ദീപാരാധന സമയത്ത് വൻ ഭക്തജന തിരക്ക് തന്നെയായിരുന്നു. ഈ സോപാനത്തിനരികിലേക്ക് ഭക്തജനങ്ങൾ ഓരോരുത്തരായി ഇരുമുടിക്കെട്ടുമായി അങ്ങനെ അയ്യനെ കാണുവാൻ വേണ്ടി, അയ്യനെ ദർശിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയിരുന്നു. ആ ദൃശ്യങ്ങളൊക്കെ തന്നെ അല്പസമയം മുമ്പ് നമ്മൾ കണ്ടതാണ്. എന്തായാലും സന്നിധാനം ശരണമന്ത്ര മുഖരിതമായി അങ്ങനെ ഭക്തി സാന്ദ്രമായി തന്നെ തുടരുകയാണ്. വലിയൊരു ഭക്തജന തിരക്ക് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ നമുക്ക് കാണുവാൻ സാധിച്ചു. ഇപ്പോൾ പുഷ്പാഭിഷേകത്തിന് വേണ്ടിയിട്ട് ഭക്തർ ഓരോരുത്തരും പുഷ്പങ്ങളുമായി ആ സോപാനത്തിന് മുന്നിൽ നിൽക്കുന്ന കാഴ്ച തന്നെയാണ്. ഇപ്പോൾ പുഷ്പാഭിഷേകം നടക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ ഇപ്പോൾ ഭക്തജനങ്ങൾ മറ്റൊരു ക്യൂവിൽ പുഷ്പങ്ങളുമായി ഇവിടെ നിൽക്കുന്നത്. എന്തായാലും ഇന്ന് ഈ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് ആ സ്വാമിയെ കാണുവാൻ വേണ്ടി ഇവിടെ ഭക്തജനങ്ങൾ കാത്തു നിൽക്കും. പുഷ്പാഭിഷേകത്തിനായി നിൽക്കുന്ന സ്വാമിമാരാണ്. സന്നിധാനം ആകെ തന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികളും മുതിർന്നവരുമൊക്കെയായി മാളികപ്പുറങ്ങളും കുഞ്ഞയ്യപ്പന്മാരും ഒക്കെയായി അങ്ങനെ ആ ഒരു തിരക്കിൽ നിൽക്കുകയാണ്. ഇന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഓരോ ദിവസവും 70,000-ഓളം ഭക്തജനങ്ങളാണ് സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വെർച്വൽ ക്യൂ വഴിയും അതോടൊപ്പം തന്നെ ഈ സ്പോട്ട് ബുക്കിംഗ് വഴിയുമൊക്കെ നിരവധി ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ തിരക്കുണ്ടായിരുന്നു. ഉച്ചയായപ്പോഴാണ് തിരക്കിന് കുറച്ച് ശമനമുണ്ടായത്. വൈകിട്ടായപ്പോൾ വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കും ആ ഒരു സന്നിധാനത്തേക്ക് ഇറങ്ങി വരുന്ന പടവുകളിലൊക്കെ നിറയെ ഭക്തജനങ്ങൾ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. എന്തായാലും ഭക്തിസാന്ദ്രമായിട്ടുള്ള ഈ ഒരു അന്തരീക്ഷം, ഭക്തിസാന്ദ്രമായിട്ടുള്ള ഈ ഒരു സന്നിധാനത്തിൽ ശരണമന്ത്രങ്ങൾ ഓരോന്നായി മുഴക്കിക്കൊണ്ട് ഇവിടെ ഭക്തജനങ്ങൾ അങ്ങനെ കാത്തു നിൽക്കുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ശരണമന്ത്ര ധ്വനികൾ ഉയരുമ്പോൾ ഇവിടെ ദർശനത്തിനായി ഓരോ ഭക്തജനങ്ങളും അയ്യന്റെ മുന്നിൽ തൊഴുതു വണങ്ങി അങ്ങനെ നീങ്ങുന്നത് നമുക്ക് കാണാം. എന്തായാലും ഈ ഒരു ദീപാരാധന 6:30 ദീപാരാധന നടന്നു. അതിനുശേഷം ഇനി അത്താഴ പൂജയാണ്. രാത്രിയിൽ അത്താഴ പൂജ കഴിഞ്ഞ ശേഷം 11 മണിയോടുകൂടി ഹരിവരാസനം പാടിയാണ് നട അടയ്ക്കുക. നാളെയും പുലർച്ചയിൽ നട തുറക്കും. നിരവധി ഭക്തജനങ്ങൾ നാളെയും ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് തന്നെയാണ്. ഈ ഒരു മണ്ഡലകാലത്ത് വലിയൊരു ഭക്തജന തിരക്ക് തന്നെയാണ്. നിരവധി ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇനിയും ഈ ശബരിമലയിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലുള്ളത്. ഏതായാലും ഈ ഒരു ഓൺലൈൻ സംവിധാനം, അതിലൂടെയാണ് ഇപ്പോൾ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അതിൽ തന്നെ ദിവസവും പരിമിതപ്പെടുത്തിക്കൊണ്ടാണ് ഭക്തജനങ്ങൾക്ക് എത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇനിയും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ അയ്യനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു കാര്യം തന്നെയാണുള്ളത്. എന്തായാലും ഈ ഒരു ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ് സന്നിധാനം എത്രത്തോളം ഭക്തി സാന്ദ്രമാണ് എന്നുള്ളത്. കുട്ടികളും മുതിർന്നവരും ഒക്കെയായി ഓരോരുത്തരും അയ്യപ്പന്മാരായി വ്രതം നോറ്റുകൊണ്ട് ഇരുമുടിക്കെട്ടുമായി ഈ സന്നിധാനത്തേക്ക് ഭക്തിയോടുകൂടി എത്തുകയാണ്. ഒരൊറ്റ ലക്ഷ്യം, അയ്യപ്പനെ ദർശിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ മനസ്സിലും ശരീരത്തിലുമൊക്കെ. ആ ഒരു വ്രതം നോറ്റുകൊണ്ട് ആ ഒരു ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി ഇങ്ങോട്ടേക്ക് എത്തുന്നവർ. എന്തായാലും ഇന്ന് വൈകുന്നേരം 6:30 നടന്ന ദീപാരാധന അത് കാണുവാൻ നിരവധി ഭക്തർ ഇങ്ങോട്ടേക്ക് ഈ ഒരു സന്നിധാനത്ത് അങ്ങനെ തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ഈ പുഷ്പാഭിഷേകം നടക്കുന്നത്. എന്തായാലും ചടങ്ങുകൾ ഓരോന്നായി, പൂജകൾ ഓരോന്നായി അങ്ങനെ നടക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് ഭക്തജനങ്ങളും അങ്ങനെ കാത്തു നിൽക്കുന്നത്. എന്തായാലും വരിയിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്, കുട്ടികളൊക്കെ ഈ വരിയിൽ അങ്ങനെ നിൽക്കുന്നത്. എന്തായാലും ഇപ്പോഴും തിരക്ക് തുടരുന്ന കാഴ്ച തന്നെയാണ്. 18ാം പടിയിലേക്ക് ഭക്തജനങ്ങൾ ഇങ്ങനെ കയറി വരുന്ന ദൃശ്യങ്ങളൊക്കെ കുറച്ചു മുമ്പ് നമ്മൾ കണ്ടിരുന്നു. അവിടെയും ഈ പോലീസുകാരുടെ ഡ്യൂട്ടി സമയത്തിലൊക്കെ മറ്റ് ക്രമീകരണങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് എത്രയും വേഗം
ഭക്തജനങ്ങളെ സന്നിധാനത്തിലൂടെ ഈ എത്തിച്ചുകൊണ്ട് ഇവിടെ സോപാനത്തിന് മുന്നിലേക്ക് എത്തിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നാണ് അധികൃതരൊക്കെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ആ ഒരു ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ് ഓരോരുത്തരും അങ്ങനെ ഭക്തിയോടെ കാത്തിരിപ്പിലാണ് അയ്യനെ കാണുവാൻ വേണ്ടി. ഇനി അല്പദൂരം, അതായത് ഈ സന്നിധാനത്തിലേക്ക് പടവുകൾ ഇറങ്ങി എത്തിക്കഴിഞ്ഞാൽ സോപാനത്തിലേക്കുള്ള ആ ഒരു കാത്തിരിപ്പ്, ആ സോപാനത്തിന് മുന്നിലേക്കുള്ള കാത്തിരിപ്പാണ്. എന്തായാലും ഓരോ ദൃശ്യങ്ങളിലും നമുക്ക് വ്യക്തമാണ് എല്ലാവരുടെയും മുഖത്ത് കാണുന്ന ആ ഒരു ലക്ഷ്യം, അവർക്ക് അയ്യപ്പനെ ദർശിക്കുക എന്നുള്ളതാണ്. ആ ഒരു പുഷ്പാഭിഷേകം നടക്കുന്ന സമയമാണ്, അവിടേക്കാണ് ഈ ഒരു ഭക്തജനങ്ങൾ ഓരോരുത്തരും അങ്ങനെ കാത്തു നിൽക്കുന്നത്. ഏതായാലും നിരവധിയായി ഭക്തജനങ്ങൾ ഓരോ ദിവസവും ഇങ്ങോട്ടേക്ക് എത്തുന്നു. കഴിഞ്ഞ ദിവസം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 70,000-ലധികം, ഇന്ന് ഉച്ച വരെ ഉള്ള കണക്കിലും 40,000-ലധികം ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ്. സ്വാമി ശരണം. സ്വാമി സ്വാമി ശരണം. സ്വാമി സ്വാമിയേ ശരണം. സ്വാമിയേ ശരണം. സ്വാമി ശരണം. സ്വാമിയേ ശരണം. ശരണമയ്യപ്പ. തമിഴ്നാടോ? ഇല്ല, ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ്, കടപ്പ. അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. കുട്ടികളുണ്ട്. കുട്ടികളെയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസമൊക്കെ അവർ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ദർശനത്തിന് വേണ്ടിയിട്ടുള്ളത്. എന്തായാലും ഓരോരുത്തരും അങ്ങനെ കാത്തിരിക്കുകയാണ് അയ്യപ്പനെ കാണുവാൻ വേണ്ടി. മലയാളികളുണ്ട്, അതോടൊപ്പം വിവിധ സംസ്ഥാനങ്ങളിലുള്ള നിരവധിയായിട്ടുള്ള അയ്യപ്പ വിശ്വാസികൾ. അത് തന്നെയാണ് ലോകമെമ്പാടും ഒരൊറ്റ മന്ത്രം മാത്രം, അത് തന്നെയാണ് ഈ ഒരു മണ്ഡലകാലത്ത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രം മുഴക്കിക്കൊണ്ട് ഓരോരുത്തരും ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ശബരിമല അതെന്ന് ലോകമെമ്പാടുമുള്ള അയ്യപ്പ വിശ്വാസികൾ എന്നും ഈ ഒരു മണ്ഡലകാലത്ത് ഊർജവും അതുപോലെ തന്നെ ഭക്തി സാന്ദ്രവുമാക്കുന്ന ആ ഒരു സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ഒരു മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഓരോരുത്തരും ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. എന്തായാലും അതിനുവേണ്ട സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. ഈ സന്നിധാനത്ത് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചുകൊണ്ട് പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്തായാലും പുഷ്പാഭിഷേകം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സോപാനത്തിന് മുന്നിലെ കാഴ്ചകളിലേക്കാണ് ഭക്തി സാന്ദ്രമായുള്ള സന്നിധാനത്തിൽ ഓരോരുത്തരും തങ്ങളുടെ മനസ്സു നിറയെ അയ്യനെ ദർശിക്കുന്ന, ആ കണ്ണു നിറയെ കാണുന്ന ആ ദൃശ്യങ്ങളിലേക്കാണ് അവരോരോരുത്തരും അയ്യപ്പന് മുന്നിൽ വണങ്ങി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഇത്രയും നാളത്തെ കാത്തിരിപ്പ്, 41 ദിവസത്തെ വ്രതം നോറ്റുകൊണ്ട് മാലയിട്ടുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ആ ഒരു ദർശനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അവരൊക്കെ അയ്യപ്പനെ ദർശിച്ചുകൊണ്ട് ആ പുഷ്പാഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ള പുഷ്പങ്ങളൊക്കെ നൽകുകയും അതിന് അവിടെ നിന്നും പ്രസാദമൊക്കെ വാങ്ങുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. എന്തായാലും തിരക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഓരോ ഭക്തരെത്തുമ്പോഴും അവരെ അവിടെ നിന്നും ദർശനത്തിന് ശേഷം കൃത്യമായ രീതിയിൽ അങ്ങോട്ടേക്ക് മാറ്റുന്ന ഒരു കാര്യത്തിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരെയും അവിടെ നിയോഗിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സമയം വളരെയധികം ഭക്തിസാന്ദ്രമായ ഒരു സന്ധ്യാസമയം. അവിടെ ദീപാരാധന, അയ്യന് ദീപാരാധന കഴിഞ്ഞു. അതിനുശേഷം ഓരോരുത്തരും ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ആ ഇരുമുടിക്കെട്ടുമേന്തി അവരെങ്ങനെ കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങൾ, അമ്മമാരും അതോടൊപ്പം തന്നെ കുഞ്ഞയ്യപ്പന്മാരും ഓരോരുത്തരുമായി അങ്ങനെ കാത്തു നിൽക്കുകയാണ്. സ്വാമി ശരണം. ശരണമയ്യപ്പ. ക്ഷണമൊന്നുമില്ല, സുഖം തന്നെ. അയ്യപ്പനെ കാണാൻ വേണ്ടി ബുദ്ധിമുട്ടിട്ട് വന്ന ഭയങ്കര തിരക്കാണ്. എല്ലാവരും ആ ഒരു തിരക്കിൽ അങ്ങനെ അയ്യപ്പനെ കാണുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തിരക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. സന്നിധാനത്ത് എത്രത്തോളമാണ് ഭക്തജന തിരക്ക് എന്നുള്ളത്. അതിൽ തന്നെ ഓരോ വശങ്ങളിലായി ഓരോരുത്തരെയും ക്രമീകരിച്ചുകൊണ്ട്, അതായത് ഓരോ കുട്ടികളായാലും അല്ലെങ്കിൽ വയസ്സായിട്ടുള്ള ആളുകളായാലും എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവരെ കൃത്യമായ രീതിയിലേക്ക് ദർശനം ഉറപ്പാക്കുക എന്നുള്ള കാര്യമാണ്, ആ ഒരു നിർദ്ദേശമാണ് ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നത്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കിയിരുന്നത്. എല്ലാവർക്കും ദർശനം ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അത് സ്വാമി അയ്യപ്പനെ കാണുക, ഒരു നോക്ക് ദർശനം ലഭിക്കുക. ആ ദർശനത്തിനായുള്ള കാത്തിരിപ്പ് അത് മണിക്കൂറുകൾ നീണ്ടാലും സന്തോഷത്തോടെ നിർവഹിച്ചുകൊണ്ടാണ് ഓരോ അയ്യപ്പനും ഓരോ മാളികപ്പുറവും ഈ സന്നിധിയിലേക്ക് എത്തുന്നതും.